20 ജീവനക്കാരിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും PF നിലവിൽ വരും. നിലവിൽ ഷെഡ്യൂൾ 1-ൽപ്പെട്ട നിർമ്മാണ യൂണിറ്റുകളിൽ മാത്രമാണ് PF നിർബന്ധമായിരുന്നത്. എല്ലാ തൊഴിലുടമയും അപ്പോയിന്റ്മെന്റ് ഓർഡറും വേജ് സ്ലിപ്പുകളും നൽകണം എന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് വായ്പ എടുക്കുമ്പോഴൊക്കെ ഹാജരാക്കാൻ ഇത് ഉപകരിക്കും. പക്ഷേ അപ്പോഴും ഇത് എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പാക്കുന്നുണ്ടോ എന്നുറപ്പിക്കാൻ ഒരു മാർഗവുമില്ലെന്നേ. ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉടമ സത്യവാങ്മൂലം നൽകിയാൽ മതി എന്നതുകൊണ്ട് തന്നെ മറ്റ് പരിശോധനകളും ഉണ്ടാകില്ല. ഇതാണ് യൂണിയനുകൾ ഉയർത്തുന്ന വിമർശനം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേതനത്തിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ലെന്ന് നിയമം പറയുന്നു. ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ ശമ്പളം നൽകണമെന്ന് പറയുന്നു. എന്നാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേക തസ്തികകളിൽ എടുത്ത് ഈ ചട്ടത്തെ ഇപ്പോൾ തന്നെ കമ്പനികൾ അട്ടിമറിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. സ്ത്രീകളെ കുറഞ്ഞ ശമ്പളമുള്ള തസ്തികകളിലും പുരുഷന്മാരെ കൂടിയ ശമ്പളമുള്ള തസ്തികകളിലുമാണ് നിയമിക്കുന്നത്. ഇത്തരം അട്ടിമറികൾ തടയാൻ നിയമത്തിൽ വകുപ്പുകളില്ല എന്നുള്ളത് വനിതാ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 5 വർഷമായി ചർച്ചകളിൽ മാത്രമായിരുന്ന ലേബർ കോഡുകളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഈ കോഡുകൾ കൊണ്ടുള്ള നേട്ടം ഇവിടുത്തെ സ്ഥാപന ഉടമകൾക്ക് മാത്രമാണെന്നാണ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ യൂണിയനുകൾ തന്നെയാണ് അപ്രസക്തമാകുന്നത്.